പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യയുടെ പ്രത്യാക്രമണം. പാക് അധീന കശ്മീരിലെ അടക്കം 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ സംയുക്ത ആക്രമണത്തിൽ തകർന്നത്. കര, വ്യോമ, നാവിക സേനകൾ സംയുക്തമായി നടത്തിയ പ്രത്യാക്രമണത്തിൽ 30 ഭീകരർ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 1:40 സൈന്യത്തിന്റെ തിരിച്ചടി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലാണ് സംയുക്ത സൈനിക ആക്രമണം നടന്നത്. ബഹവൽപൂർ, മുസാഫർബാദ്, കോട്ലി, മുരിഡ്കെ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആക്രമണം നടന്നത്. ഹാഫിസ് സായിദ് നയിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ ആസ്ഥാനത്താണ് മുരിഡ്കെ. പാക് പഞ്ചാബ് പ്രവിശ്യകളിലെ ബഹൽപൂർ മസൂദ് അസ്കറിന്റെ ജെയ്ഷ് ഇ മുഹമ്മദിന്റെയും താവളമാണിത്. 5 മിസൈൽ ആക്രമണം ഉണ്ടായെന്നും 3 പേർ കൊല്ലപ്പെട്ടുവെന്നും 12 പേർക്ക് പരിക്കേറ്റതായും പാക് സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൈനിക ആക്രമണങ്ങൾ നടത്തിയതായി സ്ഥിരീകരിച്ച പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തിരിച്ചടിക്കുമെന്ന് പ്രതികരിച്ചു. 6 സ്ഥലങ്ങളിലായി 24 ആക്രമണങ്ങൾ നടത്തിയതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നീതി നടപ്പാക്കിയെന്നും കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ വെളിപ്പെടുത്തുമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈന്യം പ്രതികരിച്ചു. കൃത്യമായ രീതിയിൽ ഉചിതമായി പ്രതികരിക്കും എന്നാണ് ആക്രമണത്തെ ഇന്ത്യൻ സൈന്യം എക്സ് പോസ്റ്റിലൂടെ വിശദീകരിച്ചത്. പാക് സൈനിക കേന്ദ്രങ്ങളല്ല, ഭീകര കേന്ദ്രങ്ങളാണ് സൈന്യം ലക്ഷ്യമിട്ടതെന്നും കൃത്യമായ സംയമനം പാലിച്ചുള്ള നടപടിയാണ് ഇന്ത്യയിൽ നിന്നുണ്ടായതെന്നും സൈന്യം വ്യക്തമാക്കി. അതേസമയം കശ്മീരിലെ പൂഞ്ച്, രജൌരി മേഖലയിൽ ബിംബർ ഗലിയിലെ പാക് സൈന്യം വെടിവെപ്പ് നടത്തിയതായി സൈന്യം അറിയിച്ചു. പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി ലഭിച്ചു. അതേസമയം പാകിസ്ഥാൻ ഇന്ത്യയിൽ തിരിച്ചടിക്കും എന്ന വ്യാജ വാർത്തകളും കൂടി പ്രചരിക്കുന്നുണ്ട്. പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ നുഴഞ്ഞു കയറി ആക്രമിച്ചു എന്നുള്ള വാദമാണ്. പാകിസ്ഥാൻ ഉന്നയിക്കുന്നതും അത് തന്നെയാണ്. അതേസമയം ഈ തിരിച്ചടിക്ക് സൈന്യം നേരത്തെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയും കൂടിയുണ്ട്. പഹൽഗാമിലെ കൊലയാളികളെ ഭൂമിയുടെ ഏതറ്റം വരെയും പിന്തുടർന്ന് വകവരുത്താൻ തന്നെയാണ് രാജ്യം തീരുമാനിച്ചിരുന്നത്. അതിനൊത്താശ ചെയ്യുന്ന പാകിസ്ഥാനെതിരെ കരയും കടലും ആകാശവുമെല്ലാം വലിയ പ്രതിഷേധമാണ് ഇന്ത്യ തീർത്തിരിക്കുന്നത്. സർക്കാരിന്റെ നിർദ്ദേശത്തിനാണ് അവർ കാത്തിരുന്നത്. അത് ലഭിച്ചാൽ ഉടൻ 4 പാടു നിന്നും പാകിസ്ഥാന്റെ സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാത്ത അത്ര വിധത്തിലുള്ള തിരിച്ചടിയായിരിക്കും ഇന്ത്യ നൽകുക എന്നുള്ള വാർത്തയും മുൻപ് നൽകിയിരുന്നു. ലോകരാജ്യങ്ങൾ മുഴുവൻ ഓടി നടന്ന് സഹായം ആവശ്യപ്പെടുന്ന പാകിസ്ഥാന് ഇന്ത്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. അത് തീർച്ചയാണ്. ഇന്ത്യൻ വ്യോമസേന മേധാവിയും നാവികസേനാ മേധാവിയും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലാണ് പാകിസ്ഥാനെതിരായ സൈനിക നടപടികൾക്ക് സേനാ വിഭാഗങ്ങൾ സജ്ജമായി എന്നുള്ള വാർത്ത പ്രധാനമന്ത്രി അറിയിച്ചത്. ഭീകരാക്രമണം നടന്ന ദിവസം കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തോട് പാകിസ്ഥാൻ പോർവിളി നടത്തിയിരുന്നു. നിങ്ങൾ പോയി മോദിയോട് പറയൂ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ ഞങ്ങൾ വധിച്ചിരിക്കുന്നു എന്ന്. ആ പോർവിളിക്ക് കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന്റെ കണ്ണീർ തോരുന്നതിന് മുൻപ് തന്നെ മോദി സർക്കാർ പാകിസ്ഥാന്റെ നെഞ്ചത്തിട്ടാണ് കൊടുത്തത് മറുപടി. ഇന്ത്യൻ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചവർക്കുള്ള നീതിയാണ് ഈ ആക്രമണം കൊണ്ട് രാജ്യം ലക്ഷ്യം വെക്കുന്നത്. അഭിമാന നിമിഷത്തിൽ ഇന്ത്യ നിൽക്കുമ്പോഴും പരാജയം സമ്മതിക്കാതെ പാക് പ്രധാനമന്ത്രി നാണക്കേട് മറയ്ക്കാൻ കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച പാകിസ്ഥാന് അവരുടെ ഹൃദയം തകർക്കുന്ന മറുപടിയാണ് കൊടുത്തത്. പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയുടെ അതിർത്തികൾ ആക്രമിക്കുമെന്ന ഭീഷണിയും നേരത്തെ മുഴക്കിയിരുന്നു. അതിനാൽ തന്നെ ഇന്ത്യ അതിർത്തികളിൽ വൻ സുരക്ഷയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിന് പിന്നാലെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ കനത്ത ജാഗ്രതയുമായി ഇന്ത്യയുണ്ട്. പ്രധാനപ്പെട്ട പല വിമാനത്താവളങ്ങളും ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ അടച്ചിട്ടുണ്ട്. ധർമ്മശാല, ലേ, ജമ്മു, ശ്രീനഗർ വിമാനത്താവളങ്ങളാണ് അടച്ചത്. ഈ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള എല്ലാത്തര സർവീസുകളും തടസ്സപ്പെടുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. പല വിമാന സർവീസുകളും പുനഃക്രമീകരിച്ചിട്ടുണ്ടെന്നും വിമാന കമ്പനികളായ ഇൻഡിഗോയും സ്പേസ് ജെറ്റ്, എയർ ഇന്ത്യ എന്നിവരും അറിയിച്ചു. 2 അന്തർദേശീയ സർവീസുകൾ വഴിതിരിച്ചുവിടും. അതേസമയം പാക് വ്യോമപാതയും അടച്ചിട്ടുണ്ട്. പല വിദേശ വിമാന കമ്പനികളും പാക് വ്യോമപാത ഒഴിവാക്കിയിട്ടുമുണ്ട്. ഫ്ലൈറ്റുകളുടെ സ്റ്റാറ്റസ് നോക്കിയിട്ട് മാത്രം യാത്ര നടത്താനാണ് കമ്പനിയുടെ നിർദ്ദേശം. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ട് ഇന്ത്യ വന്നിരിക്കുകയാണ്. പാകിസ്ഥാനെയും പാക് അധീന കശ്മീരിനെയും ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തതായി കരസേന അറിയിച്ചു.
ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരുള്ള സൈനിക നടപടിയിൽ 9 ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തത്. പാക് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ലെന്നും കരസേന വ്യക്തമാക്കി. ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു, 55 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ആക്രമണമുണ്ടായ വിവരങ്ങൾ പാക് പ്രധാനമന്ത്രിയും സ്ഥിരീകരിച്ചു. കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ വെളിപ്പെടുത്തുമെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആക്രമണത്തിന് ശേഷം നീതി നടപ്പാക്കിയെന്ന് സൈന്യം എക്സിൽ കുറിച്ചു. ബഹാവൽപൂർ, മുസാഫറിൽബാദ്, കോട്ട്ലി, മുറിഡ് എന്നിവിടങ്ങളിലാണ് ആക്രമണം നടന്നത്. ബുധനാഴ്ച പുലർച്ചെ 1:40 പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയുടെ തിരിച്ചടി. എന്നാൽ പുലർച്ചെ 1:24 വ്യക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയ ശേഷമായിരുന്നു പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ആക്രമണം. ആക്രമണത്തിന് സജ്ജം, ജയിക്കാനായി പരിശീലിപ്പിക്കപ്പെട്ടവർ എന്ന കുറിപ്പോടെ ഇന്ത്യയുടെ ടാഗുകളും തോക്കുകളും മിസൈൽ വാഹികളും തീർപ്പുള്ള വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് ഇന്ത്യൻ കരസേന പുലർച്ചെ 1:28 എക്സിൽ പോസ്റ്റുമായി എത്തിയത്. കരസേന ADGയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ നിന്നായിരുന്നു ഈ പോസ്റ്റ്. ഇതിനുശേഷം കൃത്യം 14 മിനിറ്റ് കഴിഞ്ഞായിരുന്നു പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടുള്ള ഇന്ത്യയുടെ ആക്രമണം. അതേസമയം ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ ഇന്ത്യയുടെ കൂടെ ഉണ്ടെന്ന് വാക്ക് നൽകിയിരിക്കുകയാണ്. എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും അറിയിച്ചു. ഇന്ത്യൻ തിരിച്ചടിയുടെ പ്രധാന ലക്ഷ്യം പാകിസ്ഥാനിലെ ബഹാപൂരിയിലായിരുന്നു. അതിന് കാരണവുമുണ്ട്. പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാന കേന്ദ്രമാണ് ബഹാവൽപൂർ. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ 12ാമത്തെ നഗരം. ലാഹോറിൽ നിന്നും 400 കിലോമീറ്റർ അകലെയുള്ള ബഹാവൽപൂരിലെ ജാമിൽ മസ്ജിദ് സുബ്ഹാനല്ല കോംപ്ലക്സ് എന്ന ഉസ്മാൻ അലി ക്യാമ്പസ് ആണ് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം. ഇന്ത്യൻ സേനകൾ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ബഹാർപൂരിലെ ഉസ്മാൻ അലി ക്യാമ്പസ്. കാലങ്ങളായി ഇന്ത്യക്ക് നേരെ ഭീകരാക്രമണം ഉയർത്തുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ അടിവേരിളക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഉസ്മാൻ അലി ക്യാമ്പസിന് നേരെ ഇന്ത്യ ആയുധങ്ങൾ വർഷിച്ചത്. ജെയ്ഷെ മുഹമ്മദിന്റെ റിക്രൂട്ട്മെന്റ് ഹബ്ബായി പ്രവർത്തിക്കുന്ന ഇടം കൂടിയാണ് 18 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഉസ്മാൻ അലി ക്യാമ്പസ്. ജെയ്ഷെ മുഹമ്മദ് പരിശീലന ക്ലാസുകളും സാമ്പത്തിക ഇടപാടുകളും പ്രധാനമായിട്ടുള്ള ഒരു കേന്ദ്രം കൂടിയാണിത്. അത്യാധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടെയുണ്ട് ഇവിടെ. അൽ റഹ്ബത്ത് ട്രസ്റ്റ് വഴിയാണ് ജെയ്ഷെ മുഹമ്മദ് ഇവിടെയുള്ള പണം സ്വരൂപിക്കുന്നത്. 2012 ഭീകര പരിശീലന കേന്ദ്രം ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ ജെയ്ഷെ ഇവിടെ സജ്ജമാക്കി. 18 ഏക്കറുള്ള ക്യാമ്പസിൽ ഗ്രാൻഡ് സെന്റർ, മോസ്ക്, മദ്രസ തുടങ്ങിയവയ്ക്ക് പുറമെ നീന്തൽക്കുളം, ജിംനേഷ്യ, കുതിരാലയങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട്. ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായ കൊടും ഭീകരൻ മൗലാന മസൂദ് അസറിന്റെ ജന്മനാട് കൂടിയാണ് ബഹവാൽപൂർ. 2002 ജെയ്ഷെ മുഹമ്മദിന്റെ നിരോധന സംഘടനയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചെങ്കിലും പാകിസ്ഥാനിൽ അത് കടലാസ് രേഖകളിൽ മാത്രമായി അവശേഷിച്ചു പോയി. നിരോധന മേഖലയിൽ ഉൾപ്പെടുന്ന പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തനം സജീവമായിരുന്നു. ബഹാൽപൂരിലെ ആസ്ഥാനം കേന്ദ്രീകരിച്ച് വിപുലമായ രീതിയിലായിരുന്നു ജെയ്ഷെയുടെ പ്രവർത്തനം. പാകിസ്ഥാൻ സൈന്യത്തിന്റെ കേന്ദ്രത്തിന്റെ വിളിപ്പാടകലെയാണ് ജയ്സ്വാൽപുരിയിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനവും പ്രവർത്തിച്ചിരുന്നത്. ബഹാൽപൂരിയിൽ രഹസ്യ ആണവ കേന്ദ്രമായതായും റിപ്പോർട്ടുകളുണ്ട്.